റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശുദ്ധ റമളാനിൻ്റെ മധ്യപത്ത് ചരിത്രപരമായി മഹത്തായ ബദർ സംഭവിച്ച ഒരു സന്ദർഭം കൂടിയാണല്ലോ. റമളാൻ 17 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ബദർ ദിന ഓർമ്മയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തുടികൊട്ടേണ്ടത്. ബദർ കേവലം ഒരു യുദ്ധമായിരുന്നില്ല, അതൊരു ചരിത്രത്തിൻ്റെ ഓർമ്മയാണ്. ഇസ്ലാമിക സംസ്ഥാപനാർത്ഥം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി പാവങ്ങളായിരുന്ന 313 സ്വഹാബാക്കൾ റസൂലുള്ളാഹിയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിന ത്യാഗം സഹിച്ച ആ ത്യാഗസബര്യയുടെ പേരാണ് ബദർ. ഓരോ ബദർ ദിനവും കടന്നു വരുമ്പോൾ ചില ആളുകളൊക്കെ വിമർശിക്കാറുണ്ട്, ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് എന്ന രൂപത്തിലൊക്കെ ധ്വനിപ്പിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആ ഒരു കാലം പുറകിലോട്ട് സഞ്ചരിച്ചാൽ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതങ്ങനെയാണല്ലോ, ലോക ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ യുദ്ധങ്ങളുടെ ചരിത്രമായിട്ടാണ് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ടിൽ ഒരൊട്ടകം വേലി ചാടിയതിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന, ഗോത്രപ്പോര് കാട്ടിയിരുന്ന, ഗോത്രക്കുറുമ്പുകൾ നിലനിന്നിരുന്ന, പരസ്പരം പോരടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈന്തോലകളുടെ ഹരിത ചാമരങ്ങൾക്ക് താഴെ ഇംറുൽ കൈസിൻ്റെയും ലബീദിൻ്റെയും ഒക്കെ കാവ്യകാമനകൾ പാടി നടന്നിരുന്ന അറബികൾ, പരസ്പരം കലഹിച്ചിരുന്നവർ, രാത്രി സമയങ്ങളെ ആഘോഷമാക്കി, ലൈഫ് ഈസ് സെലിബ്രേഷൻ, ജീവിതം ആഘോഷമാക്കി മാറ്റിയവർ, അവർക്കിടയിലേക്കാണ് തിരു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ റസൂലുള്ളാഹ് യുദ്ധങ്ങളുടെ ആ കാലഘട്ടത്തിൽ നടത്തിയൊരു വലിയ വിപ്ലവമുണ്ട് പ്രിയപ്പെട്ടവരെ. 63 വർഷക്കാലത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരലിലെണ്ണാവുന്ന ചില പോരാട്ടങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത്, നേതൃത്വം നൽകിയത്. എന്നാൽ നിരന്തര യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാലത്ത് യുദ്ധധാർമ്മികതയെ പഠിപ്പിക്കുകയായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണല്ലോ ഇസ്ലാം. അതിനിടയിൽ അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും നേരിടേണ്ടി വന്നേക്കാം. യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നാൽ പോലും അതിൻ്റെ ധർമാധർമ്മങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ലോക നേതാവിൻ്റെ കടമയാണല്ലോ.
അതുകൊണ്ട് സാർവലൗകിക മതമായ ഇസ്ലാമിൻ്റെ ആചാര്യൻ, സർവാചാര്യനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലും ഉഹുദിലും ഖന്തക്കിലും ഖൈബറിലും തബൂക്കിലും തോയിഫിലുമൊക്കെ പ്രിയപ്പെട്ടവരെ പകർന്നു തന്നത് യുദ്ധധാർമ്മികതയായിരുന്നു എന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ബദർ അതൊരു പോരാട്ടമായിരുന്നില്ല. ബദരീങ്ങൾ വീരരും ശൂരരും ആയിരുന്നതുകൊണ്ട് മാത്രം വിജയിച്ചൊരു യുദ്ധമൊന്നുമല്ല ബദർ. അള്ളാഹുവിൻ്റെ ആത്മീയമായ സഹായമിറങ്ങിയതിൻ്റെ അതിൻ്റെ ബാക്കി പത്രമായിരുന്നു ബദറിലെ വിജയം. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തലേനാൾ അള്ളാഹ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി സഹാബത്ത് ചോദിച്ചു പോയല്ലോ, മത്താ നസ്റുല്ലാ, എപ്പോഴാണ് നബിയെ അള്ളാഹിൻ്റെ സഹായം വരിക എന്ന് ചോദിച്ചപ്പോൾ ആ സഹായത്തിന് വേണ്ടി സുജൂദിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായം വർഷിച്ച മലക്കുകൾ, അൽഫമിനൽ മലായിക, ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരികയും യുദ്ധവിജയം ഉണ്ടാവുകയും ചെയ്ത ആ ഒരു പോരാട്ടത്തിൻ്റെ പേര് കൂടിയാണ് ബദർ. പ്രിയപ്പെട്ടവരെ, ബദറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടേറെ വസ്തുതകളുണ്ട്. മക്കയിൽ നിന്ന് ദീർഘദൂരമുള്ള സ്ഥലമാണ് ബദർ, എന്നാൽ മദീനയുടെ അടുത്തുമാണ്. മക്കയിലാണ് മക്ക മുശ്രിക്കീങ്ങൾ, അബൂജഹലടക്കമുള്ള ആളുകളുള്ളത്. അപ്പോൾ യുദ്ധം ഏറ്റവും ആഗ്രഹിച്ചത് മുസ്തഫായ നബിയല്ല എന്ന് ഈ ദൂരം കണക്കാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശത്രുപക്ഷത്തുള്ള ആയിരക്കണക്കിന് വരുന്ന അബൂജഹലടക്കമുള്ള ശത്രുകിങ്കരന്മാർ, ആയുധവിഭൂഷിതരായ സർവായുധ വിഭൂഷിതരായ ആ സൈന്യം ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒട്ടകങ്ങളുണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണങ്ങളുണ്ട്, അവർക്ക് വേണ്ട ആയുധങ്ങളുണ്ട്, പ്രതിരോധിക്കാനുള്ള പടക്കോപ്പുകളുണ്ട്, എല്ലാമുണ്ട്. പടയങ്കികൾ അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പക്ഷം ഇങ്ങനെ കടന്നു വരുമ്പോൾ പൊട്ടിയ വാളുകളാ, ഞൊണ്ടുന്ന കുതിരകളാണ്, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത്. പട്ടിണി പാവങ്ങളായിരുന്നു ബദരീങ്ങൾ. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിരുന്ന ആ ബദരീങ്ങൾ റസൂലുള്ളാഹിയുടെ പിന്നിലും അണിനിരന്നു. പക്ഷേ ഒരു സഹാബി പോലും ചോദിച്ചിട്ടില്ല, നബിയെ നമ്മുടെ കയ്യിൽ വെപ്പണില്ലല്ലോ, നമ്മുടെ കയ്യിൽ ആയുധമില്ലല്ലോ നബിയെ എന്ന് ചോദിച്ചിട്ടില്ല. ബദരീങ്ങളുടെ ആയുധം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നുള്ളതായിരുന്നു ബദരീങ്ങളുടെ ആയുധം. തഖ്വയോടുകൂടി അള്ളാഹുവിലും അവൻ്റെ ഹബീബിലും സമർപ്പിച്ചാൽ അവന് വിജയമുണ്ടാകുമെന്നുള്ളതിന് തെളിവാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. ബദർ രണാങ്കണത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിച്ച് നോക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിന് വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബദർ രണാങ്കണത്തിൽ ഇങ്ങനെ സ്വഫ് കെട്ടുന്ന സമയത്താണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വടി കൊണ്ട് ഇങ്ങനെ സ്വഹാബാക്കളെങ്ങനെ അണിനിരത്തുന്ന ഘട്ടത്തിൽ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലൊന്ന് വടി കൊണ്ട് തട്ടിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ ബദറിലേക്ക് ഇറങ്ങുകയാണ്, പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കണം, കാരണം ഒരു പക്ഷേ നമ്മൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന് പറഞ്ഞപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്കൊരു പ്രതികാര നടപടി എടുക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയേ അങ്ങ് സ്വഫ് നിർത്തുന്ന സമയത്ത് എൻ്റെ വയറ്റിലേക്ക് ആ വടി കൊണ്ടെന്ന് തട്ടിയപ്പോൾ എനിക്കത് വേദനിച്ചിരുന്നു യാ റസൂലല്ലാഹ്. ആ സമയത്ത് റസൂലിനോട് സ്വഹാബത്ത് ഇങ്ങനെ കാതുകൂർത്ത് സാഗൂതം ശ്രവിക്കുകയാണ്. എന്താണ് സവാദ് പറയുന്നത്? റസൂലുള്ളയോട് പ്രതികാര നടപടി എടുക്കണമെന്നോ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി സവാദേ, നിങ്ങൾ എനിക്ക് പ്രതികാര നടപടി സ്വീകരിച്ചു കൊള്ളുക, നിങ്ങൾക്ക് പകരം കുത്തണമെങ്കിൽ ഇതാ വടി. അള്ളാഹ് റസൂലിനോട് സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ എൻ്റെ വസ്ത്രം ധരിക്കാത്ത സമയത്താണ്, അതേ ഞാൻ ഷർട്ട് ഇടാത്ത സമയത്താണ് അങ്ങ് എന്നെ കുത്തിയത് നബിയെ, അതുകൊണ്ട് എനിക്കും അങ്ങ് ഷർട്ട് പൊക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ അതെ മൊയിൻകുട്ടി വൈദ്യരത് പാടിയിട്ടുണ്ട്, നൈനാ നബി തോഹ കമീസേ കേറ്റി എന്ന്. നൈനാ നബി തോഹ
കമീസേ കയറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമീസ് കയറ്റിയപ്പോൾ റസൂലുള്ള പൊതുവേ ലജ്ജാലുവാണ്. ലജ്ജാലുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വസ്ത്രം ഇങ്ങനെ ഉയർത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലേക്ക് വാരി പുണർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു സവാദ് റളിയല്ലാഹു അൻഹു. ഇഷ്കിൻ്റെ ഒരു ചരിത്രം തീർക്കുകയാണ്. ആശിക്കീങ്ങൾ എന്നും ഓർക്കുന്നൊരു ചരിത്രമായി അത് മാറി. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ സുഗന്ധ പരിമളം അടിച്ചു വീശുന്ന ശരീരത്തിലേക്ക് വാരിപ്പുണർന്നുകൊണ്ട് തുരുതുരാ ചുംബിച്ചു മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നു. 14 പേർ ഷഹീദായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഷഹാദത്തിൻ്റെ പച്ചക്കോട്ടണിഞ്ഞ് സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് മദീനയെത്തുന്നതിന് തൊട്ടുമുമ്പ് ബദറിൽ നമ്മൾ ചെല്ലാറുണ്ട്. അവിടെ ചെന്നുകൊണ്ട് ആ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അത് പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു സുഹൃതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമായി നമ്മൾ ബദ്രിയത്ത് ചെല്ലുന്ന ആളുകളാണ്. എല്ലാ വീട്ടകങ്ങളിലും എല്ലാ പള്ളികളിലും ആരാധനാലയങ്ങളിലൊക്കെ ബദർ ദിനം കടന്നു വന്നാൽ, റമളാൻ 17 കടന്നു വന്നാൽ നമ്മൾ ബദ്രിയത്ത് ഓതും. ആ ബദ്രീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ നടത്തും. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യം നമ്മളിൽ ഏൽപ്പിച്ച സുഹൃതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പാരമ്പര്യം നിന്നു പോകരുത്. ബദ്രീങ്ങളുടെ കാവല് നമുക്ക് എപ്പോഴും വേണം, പ്രത്യേകിച്ച് മൗത്തിൻ്റെ സമയത്ത്. അതിനാണ് നാം ആദ്യം ചൊല്ലിയ ബൈത്തുണ്ടല്ലോ, ദാഹ മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബന. നമ്മുടെ വീട്ടിലെ വല്യമ്മമാര് പാടിയിരുന്ന ബൈത്താണിത്. വല്യപ്പമാര് അവരുടെ ചുണ്ടിൽ കൊണ്ട് നടന്നിരുന്ന ബൈത്താണിത്. ഇബ്ലീസ് നമ്മെ പിഴപ്പിച്ചുകൊണ്ട് പ്രലോഭിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത്, ഈമാൻ തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ തവസ്സുൽ ചെയ്യുകയാണ്. അള്ളാഹു ആ സമയത്ത്, മൗത്തിൻ്റെ സമയത്ത് ബദരീങ്ങളുടെ സഹായം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ബദർ ഒരു പോരാട്ടമായി മാത്രം കാണരുത്, ബദർ യുദ്ധമായി മാത്രം കാണരുത്. ബദറിനെ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആത്മീയ സഹായം, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ, അള്ളാഹുവിനെ തവക്കുലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആത്മീയ സഹായം ലഭിക്കുമെന്നുള്ള വലിയൊരു പാഠം നൽകുന്ന, ആ ഒരു ഉദാത്തമായ മാതൃക നൽകുന്ന ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് ബദർ. ആ ബദരീങ്ങളെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട്, ആ ബദരീങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ നിസ്സാരക്കാരല്ല. അസ്ഹാബുൽ കൗഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ്, 7 ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. ദിക്കിയാനുസ് എന്ന് പറയുന്ന കിങ്കരനായ ഒരു രാജാവ് എല്ലാവരും തനിക്ക് വന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച, തന്നെ ദൈവമായി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ ഒരു ഘട്ടത്തിൽ 7 ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയും അവരൊരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. അവരെ സഹായിച്ചൊരു നായയുണ്ട്. നായ തൊട്ടാൽ 7 തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്നും കട്ടായമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ജീവിയാണ് നായ. ആ നായ പോലും സ്വർഗത്തിലുണ്ട് എന്നാണ്. എന്തുകൊണ്ട്? ഈ മഹാന്മാരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അഷറത്തു ഹയവാനാത്ത്, 10 ജീവികൾ സ്വർഗത്തിലുണ്ട്, അതിലൊന്ന് ഈ നായയാണ്. ഒസാലി ഇമാമാണ് പഠിപ്പിക്കുന്നത്. സ്വാലിഹ് നബി വിരൽ ചൂണ്ടിയപ്പോൾ പർവ്വത ഗിരിശൃംഗത്തിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകം ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശാനുസരണം പാറിപ്പറന്ന് സന്ദേശങ്ങൾ കൈമാറിയിരുന്ന, ഇങ്ങോട്ട് സന്ദേശങ്ങൾ എത്തിച്ചിരുന്ന ഹുദുഹുദ് എന്ന് പറയുന്ന മരംകൊത്തി സ്വർഗത്തിലാണെങ്കിൽ, പുണ്യനബിയെ മക്കയിലേക്കും മദീനയിലേക്കും തബൂക്കിലേക്കും തോയിഫിലേക്കും ഒക്കെ ചുമന്നുകൊണ്ട് നടന്ന കസ്വ എന്ന് പറയുന്ന ഒട്ടകം സ്വർഗത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അസ്ഹാബുൽ ബദറിനെയാണ്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ എത്രയോ ഉന്നതിയിലുള്ള ആളുകളാണ് അസ്ഹാബുൽ ബദർ. അവരെ നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടന്നാൽ നമ്മളും സ്വർഗത്തിലുണ്ടാകും. അള്ളാഹു അസ്ഹാബുൽ ബദറിനെ സ്നേഹിച്ചത് കാരണത്താൽ സ്വർഗം പുൽകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.